Every child is a canvas, waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Our modern infrastructure facilities, spacious and digitalized classrooms, create an environment where curiosity grows and imagination reaches the sky. Excellent and safe transport facility, developing teamwork and creative qualities through curricular activities, career guidance, counseling sessions. Every corner of our campus is designed to bring out the best in every child. At St. Joe's Central School, we don't just prepare them for exams. We prepare them to think critically, dream big, and make a big difference. Admission open for the academic year 2026-27. വാണിയംകുളം മനിശ്ശേരി പറളശ്ശേരി കുളത്തിൽ രാസമിശ്രിതം കലർത്തി 5 ലക്ഷത്തോളം വില വരുന്ന മത്സ്യങ്ങളെ സാമൂഹ്യ വിരുദ്ധർ കടത്തിക്കൊണ്ടുപോയി. വാണിയംകുളം പഞ്ചായത്തിലെ പറളശ്ശേരി കുളം സാമൂഹ്യ വിരുദ്ധർ മലിനപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കുളത്തിൽ രാസമിശ്രിതം കലർത്തി മീനുകളെ പിടികൂടി വിൽപ്പന നടത്തിയതായാണ് പരാതി. ഫിഷറീസ് വകുപ്പ് നിക്ഷേപിച്ച 5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കാർപ്പ്, വരാൽ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കുളത്തിൽ രാസവസ്തു കലർത്തി മത്സ്യങ്ങളെ കടത്തിയത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ നിത്യേന ഉപയോഗിച്ചിരുന്ന ജലാശയം ഇതോടെ പൂർണ്ണമായും ഉപയോഗശൂന്യമായി. കുളത്തിൽ നിന്നും നിലവിൽ ശക്തമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. കുളം മലിനപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി വേണമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. 2 ദിവസങ്ങളിലായി ഈ അറ്റ വേനൽക്കാലത്ത് പറളശ്ശേരി കുളം ഏതോ സാമൂഹ്യ വിരുദ്ധർ മീൻ പിടിച്ചും എന്തോ കലക്കിയും മീനുകൾ ചത്തുപോകുകയും വെള്ളം കലങ്ങുകയും ചെയ്തിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ കുളിക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് പറളശ്ശേരിക്കുളം. ആ പറളശ്ശേരിക്കുളത്തെയാണ് ഇങ്ങനെ ഈ നല്ല കടുത്ത വേനലിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പൈസയ്ക്കാണ് മീൻ വിറ്റിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനേക്കാൾ പ്രയാസം ഈ കുടിവെള്ള സ്രോതസ്സിനെ നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിനെതിരായി ശക്തമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി ഒറ്റപ്പാലം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. വാണിയംകുളം പഞ്ചായത്തും കർശന നടപടി ഈ വിഷയത്തിൽ എടുക്കും. ന്യൂസ് ഡെസ്ക് CCV.